ഒട്ടും വൈകാതെ ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിക്കാം. അവിടെ അതാ വാർത്തകൾ പറയാനായി ഗോപാൽ ചേരുകയാണ്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. തിരുവനന്തപുരം ഉണർന്നു തുടങ്ങിയോ? ആളുകൾ വ്യായാമമൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നുണ്ടോ? തിരുവനന്തപുരം എപ്പോഴും ഓണല്ലേ റോഷ്നി. നൈറ്റ് ലൈഫ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും അല്ലാതെ പകലാണെങ്കിലും എപ്പോഴും ഓണല്ലേ. ഇപ്പൊ മാനവീയത്താണ് ഞാനുള്ളത്. ഇവിടെ നടക്കാൻ വരുന്നവരും ചായ കുടിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് മാനവീയം വെളുപ്പിലെ തന്നെ സജീവം തന്നെയാണ്. ഓക്കെ, നമുക്ക് ആക്റ്റീവായ അപ്പോൾ വാർത്തകളും പറഞ്ഞു തുടങ്ങാം. ആളുകളൊക്കെ വാർത്തകൾ കേൾക്കട്ടെ. ഈ രാവിലെ തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ വ്യക്തത വരുത്താൻ ആരോഗ്യവകുപ്പ് 4-അംഗ സമിതിയുടെ സമഗ്ര അന്വേഷണം ഇന്നു മുതൽ ആരംഭിക്കും. ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി കൂടുതൽ ഡോക്ടേഴ്സും രംഗത്തെത്തി. മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്ന് DCC പ്രതിഷേധ ധർണ നടത്തും. അപ്പോൾ ഗോപാൽ, ഇന്നലെ ഇപ്പോൾ വൈകിട്ടാണ് അന്വേഷണ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചത്. എങ്ങനെയായിരിക്കും അന്വേഷണം? പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം വേണമെന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാണ്. അതെ റോഷ്നി, ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൊളുത്തിയ തീപ്പൊരി അതിപ്പോൾ പടർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സാധാരണക്കാരായ ജനങ്ങളെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. രണ്ട്, ഈ വിവാദം എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ഇത് ചെറുതല്ലാത്ത ക്ഷീണം സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. എന്തായാലും ഇപ്പോൾ ഒരു സമഗ്ര അന്വേഷണത്തിന് വേണ്ടി ഇന്നലെ അന്വേഷണ സമിതിയെ തന്നെ ആരോഗ്യവകുപ്പ് നിയമിച്ചിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ആലപ്പുഴ നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, അതിനൊപ്പം തന്നെ കോട്ടയം യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് ഈ അന്വേഷണ സമിതിയിലുള്ളത്. അടിയന്തരമായി തന്നെ എന്താണ് സംഭവിച്ചത്, ഈ ഡോക്ടറുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ, അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് സമിതിക്ക് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഈ സമിതി അന്വേഷണം ആരംഭിക്കും. ഡോക്ടറുടെയും മെഡിക്കൽ കോളേജിലെയും രോഗികളുടെയും അടക്കം എല്ലാവരുടെയും വിശദീകരണവും അവരുടെ വശവും എല്ലാം തന്നെ ഈ സമിതി പരിശോധിക്കും. അതിനുശേഷം കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വേഗത്തിൽ ആരോഗ്യവകുപ്പിന് നൽകാനാണ് സമിതി ആലോചിക്കുന്നത്. അതേസമയം തന്നെ മറുവശത്ത് ഏറ്റവും അവസാനമായി ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യത്തിൽ തന്നെ, ആ ഒരു നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ വിളിച്ചു പറയുന്നതിൽ യാതൊരു പ്രശ്നവും തനിക്കില്ല എന്നുള്ള ആ നിലപാടിൽ തന്നെ ഹാരിസ് ചിറക്കൽ നിൽക്കുന്നത് ആരോഗ്യവകുപ്പിന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെങ്കിലും വിഷയത്തെ പ്രതിപക്ഷ സംഘടനകളും കൂടി ഏറ്റെടുത്തതോടുകൂടി തന്നെ കൂടുതൽ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന്, ഇത് കത്തി നിൽക്കാനാണ് സാധ്യത. കാരണം ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം മെഡിക്കൽ കോളേജിന് മുൻപിൽ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം, മുൻ മന്ത്രിമാരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പ്രതിഷേധത്തിന്റെ സ്വഭാവം കൂടി വരുന്നു, രാഷ്ട്രീയ സ്വഭാവം കൂടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റോഷ്നി. സംസ്ഥാന പോലീസ് മേധാവിയെ ഇന്ന് തെരഞ്ഞെടുക്കും. രാവിലെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കുക. UPSC കൈമാറിയ 3-അംഗ പട്ടികയിൽ നിന്നാണ് ഈ നിയമനം. പട്ടികയിലെ രണ്ടാമനായ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി റവാഡ ചന്ദ്രശേഖറിനാണ് കൂടുതൽ സാധ്യത. സമയം അറിയുമോ? എത്ര മണിയോടുകൂടി തീരുമാനമാവും? റോഷ്നി, എല്ലാവരും ഉറ്റുനോക്കുകയാണ് അടുത്ത സംസ്ഥാന പോലീസ് മേധാവി ആരാണ് എന്ന കാര്യത്തിൽ. ആ ഒരു സസ്പെൻസ് പൊട്ടിക്കുവാൻ വേണ്ടിയിട്ട് രാവിലെ നടക്കുന്ന സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗം, പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ആരാണ് എന്ന കാര്യത്തിൽ ഊഹാപോഹങ്ങൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാവുക. അതേസമയം തന്നെ ഇന്ന് നിലവിലെ DGP ആയിട്ടുള്ള ഷേഖ് ദർവേസ് സാഹിബ്, അദ്ദേഹം ഇന്ന് പടിയിറങ്ങുന്നു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടാണ്. രാവിലെ അദ്ദേഹത്തിന് വേണ്ടി വിടവാങ്ങൽ പരേഡ് പെരുക്കട SAP ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഉച്ചയ്ക്ക് ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ചടങ്ങ് നടക്കുന്നുണ്ട്. പ്രധാനമായും 3 പേരാണ് ഈ UPSC നൽകിയ പട്ടികയിലുള്ളത്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, അതിനോടൊപ്പം തന്നെ നിതിൻ അഗർവാൾ എന്നീ 3 പേരാണ്. ഇതിൽ റവാഡ ചന്ദ്രശേഖറിന് തന്നെയാണ് ഈ ഘട്ടത്തിലും പ്രധാന പരിഗണന അല്ലെങ്കിൽ പ്രധാന മുൻഗണന ഉള്ളത് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം തിരുവനന്തപുരത്തെത്തി കണ്ടിരുന്നുവെന്നും അദ്ദേഹത്തിനോട് തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് എത്താൻ അനൌദ്യോഗികമായി സർക്കാർ നിർദ്ദേശം നൽകിയെന്നും അടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ
അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ റവാഡ ചന്ദ്രശേഖർ ആയിരിക്കാം കേരളത്തിന്റെ അടുത്ത സംസ്ഥാന പോലീസ് മേധാവി എന്ന സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം നിലവിൽ നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷ അടക്കമുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ അവിടുത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ ചുമതലയേൽക്കൽ നടക്കുമോ എന്ന കാര്യത്തിൽ, അദ്ദേഹമാണെങ്കിൽ ചുമതലയേൽക്കൽ ഇന്ന് തന്നെ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റാരെങ്കിലും ആണെങ്കിൽ നിതിൻ അഗർവാളോ യോഗേഷ് ഗുപ്തയോ, അതിൽ നിതിൻ അഗർവാളാണ് രണ്ടാം പരിഗണന ലഭിക്കുന്ന വ്യക്തിയായി സൂചിപ്പിക്കുന്നത്. കാരണം യോഗേഷ് ഗുപ്തയ്ക്ക് താരതമ്യേന ഈ 3 പേരിൽ മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ പരിഗണന എന്ന രീതിയിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഒരു 10 മണി അല്ലെങ്കിൽ 11 മണിയോടുകൂടി പരമാവധി നമുക്ക് ഇതിന്റെ ചിത്രം എന്താണ്, അടുത്ത സംസ്ഥാനത്തെ പോലീസിനെ നയിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായൊരു ചിത്രം വ്യക്തമാവും. ഓക്കെ, അപ്പൊ നമുക്ക് കാത്തിരിക്കാം. മറ്റൊന്നൊരു യോഗം നടക്കുന്നുണ്ടല്ലോ ഇന്ന്. ഈ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. സംസ്ഥാന ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിർണായക ചർച്ചകൾ നടക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഭിന്നത മൂർച്ഛിച്ച സാഹചര്യത്തിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിമർശനം ഉയർന്നേക്കുമെന്നും അറിയാൻ കഴിയുന്നു. ഗോപാൽ, അധ്യക്ഷനെതിരെ വിമർശനം ഉയരുമോ എന്ന കാര്യത്തിൽ, മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ, ചർച്ചകളൊക്കെ നടക്കും അല്ലേ? അതെ റോഷി, ഒരു സംശയം വേണ്ട. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ BJPയിൽ പൊട്ടിത്തെറികളുടെ പൂരമാണ് എന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ നേതൃയോഗം നടക്കുകയും ആ യോഗം നടന്നു എന്നൊരു വിഭാഗവും നടന്നില്ല എന്ന് വേറൊരു വിഭാഗവും, വി മുരളീധരനും കെ സുരേന്ദ്രനും പങ്കെടുത്തില്ല എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ ആരോപണവുമായൊക്കെ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിലും പുറത്തുമെല്ലാം സജീവമായി നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഔദ്യോഗികമായ ഒരു കോർ കമ്മിറ്റി യോഗം നടക്കുന്നത്. പ്രധാനമായും പല വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജില്ലാ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പുകളാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. വിശദമായി തന്നെ അടുത്ത ഭാരവാഹികൾ ആരൊക്കെ, ഏതൊക്കെ ചുമതലകൾ ആരൊക്കെ നൽകണം എന്ന തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. കൂടാതെ തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ വരുന്ന വർഷങ്ങളിൽ നടക്കുകയാണ്. ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനോടൊപ്പം തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ, ഏതൊക്കെ പഞ്ചായത്തുകളിൽ, ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുൻതൂക്കമുണ്ട്, എവിടെയൊക്കെ കൂടുതൽ പ്രവർത്തനം ഊർജിതമാക്കേണ്ടതായിട്ടുണ്ട് എന്ന തരത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ആ മേഖല തിരിച്ചുള്ള ചർച്ചകളും കോർ കമ്മിറ്റി യോഗത്തിൽ നടക്കും. കൂടാതെ തന്നെ ഭിന്നത രൂക്ഷമായിരിക്കുന്ന ഘട്ടമാണിത്. വലിയ തരത്തിലേക്കുള്ള അഭിപ്രായ ഭിന്നതകൾ, അധികാര വടംവലികളെല്ലാം നടക്കുന്നൊരു ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭിന്നത രൂക്ഷമായിരിക്കുന്ന ഘട്ടത്തിൽ പല കാരണങ്ങളിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നേ ദിവസം ഈ യോഗത്തിൽ വിമർശനങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് നമുക്ക് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും അതിനോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനെയും കമ്മിറ്റികളിൽ നിന്നും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്, ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പരിധിവരെ ആ ആരോപണം സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് ആ തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടായി വന്നേക്കാം. വലിയ തരത്തിലേക്കുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരും മണിക്കൂറുകൾ പുറത്തുവിടാൻ സാധിച്ചേക്കുന്നു. ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി വിളിപ്പിച്ച ട്രേഡ് യൂണിയനുകളുടെ ഹിയറിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ സൗത്ത് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 ഹിയറിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ആശാവർക്കർമാരെ വിശദമായി തന്നെ വീണ്ടും കേൾക്കുകയാണ് അല്ലേ? അതെ റോഷ്നി, ഏകദേശം നിരവധി ദിവസങ്ങൾ 3 മാസം 4 മാസത്തോളമായി ആശാവർക്കർമാർ സമരത്തിലാണ്. ഫെബ്രുവരി മുതൽ തുടങ്ങിയ സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുകയാണ്. ഇതിനിടയിൽ രാപ്പകൽ സമരയാത്ര നടന്നു. കൂടാതെ തന്നെ പല തരത്തിലേക്കുള്ള സമര രീതികൾ അവർ ആവിഷ്കരിച്ചു. ആ ഒരു സമരത്തിന്റെ വീണ്ടും ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ വീണ്ടും അവരെ ഒന്ന് പരിഗണിക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്ന് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. നേരത്തെ ഈ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയമിച്ചിരുന്നു. ആ സമിതി ഇന്ന് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് ഈ ഹിയറിംഗിന് വിളിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഈ യോഗത്തിന് വിളിച്ചിരിക്കുന്നത്. ആശാവർക്കർമാരുടെ സംഘടനയായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, CITU, INTUC, AITUC അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കാൻ സാധിക്കും. ഓരോ യൂണിയനുകളിൽ നിന്നും 3 പേർ വീതമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്.
പരിഗണിക്കേണ്ടത്. ഈ 3 പേരിൽ 2 പേർ ആശാവർക്കർമാരായിരിക്കണം എന്ന നിബന്ധന കൂടി ഇതുമായി ബന്ധപ്പെട്ട് സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്? അതായത് ആശാവർക്കർമാർക്കും അവരുടെ ഔദ്യോഗിക സംഘടനയ്ക്കും കൂടാതെ തന്നെ ട്രേഡ് യൂണിയനുകൾക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, ഏതൊക്കെയാണ് പരിഹരിക്കപ്പെടേണ്ടത്, എന്തൊക്കെ ആരോപണങ്ങളാണ് വസ്തുതാപരമായിട്ടുള്ളത്, ഏതൊക്കെ വിഷയത്തിൽ ഇടപെടേണ്ടതായിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇന്ന് നടക്കുന്ന ഹിയറിംഗിൽ കൃത്യമായി തന്നെ ബോധിപ്പിക്കാൻ സാധിക്കും. ആ ബോധിപ്പിച്ചതിന് ശേഷം 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇതിനോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഈ സമിതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ മാസം ഈ സമിതിയെ ചുമതലപ്പെടുത്തുകയും ആ സമിതി പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കുന്ന ഹിയറിംഗിന്റെ ക്രോഡീകരിച്ച റിപ്പോർട്ട് വേഗത്തിൽ തന്നെ സമർപ്പിക്കാനുള്ള ഒരു സമീപനമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു ഇടപെടലായിരിക്കും ഈ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇതിൽ ഹരിത വി കുമാർ IAS ആണ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറായുള്ള ഹരിത വി കുമാർ IAS ആണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ ഹിയറിംഗും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുക.